ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കുറേ നാളായിട്ടേ ഈ പൈപ്പിൽ നിന്നൊക്കെയാണ് വെള്ളം കുടിക്കൽ. ചൂടാക്കലില്ല, സെപ്പറേറ്റ് ആയിട്ട് ഇതേമാതിരി ഗ്ലാസ് കണ്ട് ഏതെങ്കിലും ഒരു ഗ്ലാസ് വെക്കും. പിന്നെ ഈ പൈപ്പോടെ ഇറക്കും, വെള്ളം അടച്ചിട്ട് ഇതേമാതിരിയാണ് കുടിക്കൽ. വെള്ളത്തിൽ കുഴപ്പമൊന്നും കാണുന്നില്ല, സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ടാങ്ക് ചെക്ക് ചെയ്യാൻ പോകും കേട്ടോ. കാരണം കുറേ കാലമായി, 1.5 വർഷത്തേക്ക് കഴുകിയിട്ട് കറക്റ്റ് പോകുന്നെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ടാങ്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ വെള്ളത്തിൽ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, എന്നാൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും 1.5 വർഷമായി കഴുകിയിട്ട് ടാങ്ക്. നമുക്ക് എന്തായാലും ഒന്ന് കയറി വെക്കാം. അതിൻ്റെ പിന്നെ ഈ ഡോറൊക്കെ അടച്ചിടും. അപ്പം എല്ലായിടത്തും പാമ്പാട്ടോ. ആ കാണുന്ന വട്ടാതാ ഗ്രില്ലിൻ്റെ, അതിൻ്റെ ഉള്ളിൽ കൂടെ പാമ്പ് അകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ലോക്കാക്കിയിട്ട് പോകാം. വീടൊക്കെ പരമാവധി എല്ലാവരും ലോക്കാക്കിയിടുക, കാരണം പാമ്പ് ശല്യം. ഓക്കെ, ഈ ടെറസ് കയറിയപ്പോൾ ഫുള്ള് അലമ്പാട്ടോ. ഇതൊക്കെ കണ്ടവർക്ക് മനസ്സിലാകും. കഴിഞ്ഞ് നമ്മളൊരു വിഷുവിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കംപ്ലീറ്റ് വർക്കും ആ തെർമാക്കോളിലൊക്കെ കയറ്റിയിട്ടാണ് അടിച്ച് പൊട്ടി നേരപ്പാക്കി അങ്ങോട്ട് ഇട്ട് ഫുള്ള് വൃത്തികേടാക്കി. കാണുമ്പോൾ തന്നെ ഒന്നും പറ്റും. അതൊക്കെ നമുക്ക് ക്ലീനാക്കാം ഒരു ദിവസം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഏണി എടുത്തിട്ട് ഫുള്ള് അലമ്പാട്ടോ, നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ ഇത് ഈ ഏണി എടുത്തിട്ട് ഇവിടെ വെച്ച് ഇതിൻ്റെ മുകളിലാണ് ടാങ്ക് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതവിടെ ആ ഭാഗത്താണ് ടാങ്ക് വരുന്നത്. അപ്പോൾ ടാങ്കത്തെ വെള്ളം ചെക്ക് ചെയ്യാന്നുള്ള ഒറ്റ പരിപാടി എന്നുള്ള 1.5 വർഷമായി ടാങ്ക് കഴുകിയിട്ട്. നമുക്ക് അത് ഈ ഏണി ഒന്ന് എടുത്ത് വെക്കട്ടെ. ഞാൻ ഏണിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് മുകളിൽ കയറിയിട്ട് ടാങ്കത്തെ കാര്യങ്ങൾ എന്താ നോക്കട്ടോ. അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ ഒരാൾ പിടിക്കാതില്ലാതെ കയറാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഈ ഏണിയേറ്റ വഴിക്ക് പോയി കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ നിലത്തെത്തിട്ടോ. പരമാവധി ശ്രദ്ധിച്ച് അപകടങ്ങൾ ഉണ്ടാക്കാതെ കയറട്ടോ. ടാങ്ക് ഉണ്ടല്ലേ, അതാട്ടോ ടാങ്ക്. നമുക്ക് എന്തായാലും അവിടെ കയറിയിട്ട് കാണാം, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഉച്ചയും കുത്തി വീഴും. മൈ ഗോഡ്, ടാങ്കാകെ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കട്ടോ. കുറച്ചോനെ വെള്ളം ഉണ്ടോ? വെള്ളം ഉണ്ടാവും. വെള്ളം മോട്ടർ അടിച്ചിരുന്ന്. ഇതിൻ്റെ തുറന്ന് നോക്കാം. ഓക്കെ, ഞാൻ എക്സൈറ്റഡ് ആണ് ഗെയ്സ്. ഓ മൈ ഗോഡ്, എൻ്റെ പൊന്നു ഗൈസ്, ഈ വെള്ളാട്ടം ഞങ്ങൾ അടിച്ച് കയറ്റണത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അയ്യോ, കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. കളർ നോക്കിയേ. അയ്യോ ഗൈസ്, ഈ വെള്ളാട്ടം 2-3 ദിവസമായി അടിച്ച് കുടിക്കുന്നത് പച്ചവെള്ളം. അപ്പോൾ നമുക്കെന്തായാലും ഞാൻ അതുമ്പോൾ കയറണമെന്ന് ടാങ്ക് ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചല്ല. ഞാൻ എന്തായാലും താഴെ പോയിട്ട് അശീനം എടുക്കട്ടെ, എന്തോന്ന് ക്ലീൻ ആക്കട്ടെ. കാരണം ഇന്നലെ അറിയാം, നല്ല മഴ. ഇന്നലെ വ്ളോഗ് എടുക്കാൻ വിചാരിച്ചപ്പോൾ നല്ല മഴയായിരുന്നു. ഗൈസ്, ഞാൻ ഇത് കുറച്ചങ്ങോട്ട് ഇറങ്ങിയിട്ട് അശീനെ ഇറങ്ങിയിട്ട് അതിൻ്റെ പൊടിയും കാര്യങ്ങളും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഹലോ ഗൈസ്, എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ ഇൻട്രോയിൽ ഞാൻ മാത്രമല്ല, അശ്വിൻ എവിടെയെന്ന് വെച്ചാൽ അത് ഞാൻ നീപ്പിച്ചിട്ടുണ്ട്. ആള് നല്ല ഉറക്കം. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 11 12 വരെ അവൻ കിടന്നുറങ്ങും കേട്ടോ. എനിക്കാണെങ്കിൽ രാവിലെ അങ്ങോട്ട് ഉറക്കം കിട്ടില്ല. ഞാൻ വലിച്ച് നീപ്പിച്ചിങ്ങനെ ബക്കറ്റ് ആയിട്ട് വരാമെന്ന് പറഞ്ഞാണ്. ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് ക്ലീൻ ആക്കട്ടെ. നിങ്ങൾ അതിൻ്റെ കളറ് കണ്ടല്ലേ ഗൈസ്, അതാണ് പച്ചയ്ക്ക് വെള്ളം കുടിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയിട്ടോ. 1.5 വർഷമായി കഴുകിയിട്ട് ടാങ്ക്. കളറുള്ള ഫുള്ള് കലക്കിട്ടോ. മറ്റേ ഒരു കലക്കി കുടിക്കുന്ന വെള്ളം ചെയ്യുന്ന ടാങ്ക് അതാട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് 1 ലിറ്റർ അല്ല, അത് എത്ര ഉണ്ടാവും? അപ്പോൾ ഒരു 10-15 കുപ്പിയിൽ എന്തായാലും ഉണ്ടാവും. വേണമെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാക്കി തരാം. ഓക്കെ, പൊട്ടത്തരല്ലാതെ പറയില്ല 2 അപ്പോൾ ഗൈസ്, നമ്മളിത് ബക്കറ്റൊക്കെ ഇവിടെ നല്ല വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ 2 പൈപ്പ് താഴെ തുറന്നിട്ടിട്ടുള്ളൂ, കാരണം വേറെ ഒന്നുമില്ല. അവിടെ പുറത്തൊക്കെ തുറന്നിട്ട് ആൾക്കാരാണ് വന്ന് പൂട്ടുക. അവിടെ തുറന്നു. നിങ്ങൾ പൂട്ടാൻ മറന്നോ ഏതാന്ന് വിചാരിച്ചാൽ ഇതാക്കട്ടോ. എന്നിട്ട് വേണം നാളെ ആശുപത്രി കയറാൻ, അല്ലെങ്കിലേ വയ്യ. കൊന്നപ്പോഴും ഉണ്ടല്ലോ ഇമേ ഗൈസ്. താഴത്ത് നോക്കുമ്പോൾ ഒറ്റ കൊന്നില്ല, പക്ഷെ മുകളിൽ നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് കൊന്നായ്മ കാണുന്നുണ്ട് കേട്ടോ. പോയി നമ്മളെത്ര ഹൈറ്റിലാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഞാൻ കടന്ന് കാണിച്ചുതരാം. എനിക്ക് പേടിയാ. അയ്യോ, ഫോണ് നിലത്തോയാൽ കഴിഞ്ഞതാ. അയ്യോ ഗൈസ്, നിങ്ങൾക്ക് കാണണ്ടോ? ഈ ഇല കൊണ്ട് കാണണ്ടാവില്ല. കാണിച്ചുതരാം. അതാരൊക്കെ വരുന്നുണ്ട്. എത്രയും അടി ഹൈറ്റില്ല കേട്ടോ. ഇത്രയും മുകളിലാണ് ഞങ്ങളുള്ളത്. കാണിച്ചാരേ, ഞാൻ അധികം കൊണ്ട് പോണില്ല, വെറുതെ എന്തിൻ്റെ ബീച്ച്.
ഇതാണ് ഹൈറ്റ്. ഇത്ര അടി മുകളിലാട്ടോ. അപ്പം നമുക്കെന്തായാലും ആ വെള്ളം ഒന്ന് വറ്റട്ടെ എന്നിട്ട് കാണും കേട്ടോ. ആ വെള്ളം വറ്റിയിട്ട് വേണം നമുക്ക് അവിടെ ക്ലീൻ ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ ഗൈസ്. വെള്ളം വറ്റാൻ പാടുണ്ട്. അപ്പോൾ ആ കപ്പേറ്റ് കോരിയിട്ട് അതിലാക്കാന്ന് വിചാരിച്ചിട്ടോ. ഉള്ളിക്കൊണ്ടേക്കോ ബക്കറ്റ്, എന്നിട്ട് ഉള്ളിന്ന് കോരി ആ ബക്കറ്റ് ഏറ്റ് കോരി വെക്കുക ജി. ബക്കറ്റ് ഏറ്റ് കോരി വെക്കുക ഗൈസ്. മേത്തൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതേ വീണ്ടും വെച്ചു ഇവനെ കൊണ്ടുവന്നാൽ. ആ ഉള്ളിൽ ഇരുന്നോ, അവിടെ ഇരുന്നോ, ഇരിക്കാൻ പറ്റില്ല. ഇനി വെള്ളം കുറഞ്ഞു കേട്ടോ ഗൈസ്. അയ്യോ ഗൈസ്, ഇതിൻ്റെ കളർ നിങ്ങൾ നോക്കിയേ. ഫുള്ള് എങ്ങോട്ട് വയ്ക്കണ്ടേ ഗൈസ്? ഇവിടെ ചോദിക്കാൻ പറ്റില്ല. ഇവിടെ ചകിരിയെ പണ്ടത്തെ കാര്യങ്ങളുള്ള ഒരു വീടിന്റെ അവസ്ഥ നോക്കിയേ. ഞാൻ വൃത്തിയാക്കണ ഒരു വീഡിയോ ഒരു ദിവസം വരുന്നതാണ്. അപ്പൊ എവിടെ കളയും പറിച്ചോനെ. പറമ്പിക്ക് അങ്ങോട്ട് നീട്ടി വയ്ക്കണമെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് വ്ളോഗ് എടുത്ത് തരാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇത് അങ്ങോട്ട് വയ്ക്കാന്ന് വിചാരിച്ചിട്ടോ. അങ്ങോട്ട് വയ്ക്കല്ലേ? അങ്ങോട്ട് വെച്ചാൽ അവിടെ ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ലല്ലോ. അവിടെ മെയിൻ ബോർഡൊക്കെ ഉള്ള KCBന്റെ കത്തൊന്നും കയ്യിൽ വെള്ളമൊന്നുമില്ല. ഓടിപ്പോയി വീശൊരൊറ്റ ചാട്ട. ബക്കറ്റ് പോലെ അതാ സെൻസൈഡും കൂടെ വെള്ളം താഴത്തേക്ക് എന്താ മഴ ചെയ്താൽ മതി കൈസ്. സെൻസൈഡുമൊന്നും മഴ പെയ്ത മാതിരി താഴത്തേക്ക് വെള്ളം ഇട്ട് എന്താട്ടാ ആ ശബ്ദം. പോയോ അടുത്ത് ട്രൈപോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വെച്ചേ. ട്രൈപോഡ് അടിച്ചുപോയി. നമ്മൾ ട്രൈപോഡ് ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ക്യാമറന്റെ ട്രൈപോഡാണ്. ഫോൺ കണക്ട് ചെയ്യാം. ഫോൺ അതിൽ വെക്കല്ല മുത്തുമണി. ആകെയുള്ള ഒരു ക്യാമറയാണ്. അതാ സെൻസൈഡിൽ കൂടെ വെള്ളം കണ്ടാട്ടോ. കാണിച്ചാൽ നമുക്ക് അവിടെ താഴെ പോയാൽ ക്ലിയർ ആയിട്ട് കിട്ടുക. സെൻസൈഡും കൂടെ വെള്ളം എന്താണ് സംഭവം. ഞാനിപ്പോൾ ഇനി എന്തായാലും ഈ വെള്ളം കുറച്ച് ഇതേമാതിരി കളഞ്ഞിട്ട് കാണാം കേട്ടോ. എന്നാൽ പിന്നെ ഞങ്ങൾക്കും കാണാം, ഞങ്ങൾക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കുകയും ചെയ്യാം. മറ്റേത് ഓരോ വീഡിയോനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അബി ഇതേ താഴോട്ട് സ്ക്രബ്ബർ എടുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ക്രബ്ബർ അതിൻ്റെ സൈഡിലൊക്കെ നല്ല ചളിയാണ്. ഞാൻ കാണിച്ചു തരാം. അയ്യോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടാ ഇവിടെയൊക്കെ കണ്ടോ അടി. പിന്നെ നമ്മളിപ്പോൾ ചവിട്ടി പക്ഷെ ഇതൊക്കെ ഉണ്ട്. ഡോറൻസ് ഉണ്ട്. ഇത് മൊത്തം നമ്മൾ ഈ വെളുപ്പെടുത്തു എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുമെന്ന് അറിയില്ല. ട്രൈ ചെയ്യാം. എത്ര അടി ഉയരത്തിലാണ് നമ്മൾ? ഉയരങ്ങൾ അമ്പലത, നമ്മളിതാ കോണിയത, എല്ലാവരും ഉണ്ട് ഗൈസ്. ഞാൻ അവിടെ നിന്ന് കയറിയിട്ടോ. ഇത് ആ കാണുന്ന സാധനത്തിനുള്ളിൽ കൂടെ നിങ്ങൾ കുറേ കേട്ടില്ലേ പാമ്പൊക്കെ വരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റില്ല. ഡെഡ് ഗൈസ്. മണിക്കൂറായല്ലോ പാമ്പ് പോയിട്ട്. എന്ത് വേണം നമുക്ക് പോയോക്കാം. ഞാൻ നോക്കട്ടെ ഇറങ്ങട്ടെ. ഷറപ്പേ എങ്ക പോരടാ? ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് എന്ത് തോയട്ടോ. ഇപ്പം പോയിരുന്നു ഗൈസ്. ഉണ്ടാ വഴുതുണ്ട് ഈ സാധനം. എഴുതി കളിക്കാം. ഷറപ്പ് വരുന്നുണ്ടോ? ഷറപ്പേ എവിടെ? ഷറപ്പ് വന്നിട്ടാ പിടിച്ചത് ഇത് കിടന്ന് ആടി കളിക്കുന്നു. അത് അതിൻ്റെ ഉള്ളിലില്ല, ഒരു ഹോളില്ലടാ. മറ്റേ വെള്ളം പോകാനുള്ള കുഴല് അന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ പാമ്പ് എല്ലാം കയറിയാലോ. മറ്റേ നമ്മളെ ബാത്റൂമിലുള്ള സാധനം ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ പാമ്പ് കയറിയാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ കയറൂ. പിടിക്കല് പിടി.
ഓനതേട്ടോ വെള്ളത്തിൻ്റെ അവസ്ഥ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെയൊക്കെ ചളയാട്ടോ, ഈ ഭാഗത്തൊക്കെ ചളയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രെയിൻ ചെയ്യണം. ഞാൻ താഴെ പോയി ആ സ്ക്രബ്ബറൊക്കെ ഇട്ട് വന്നു കേട്ടോ. ചെയർ എടുക്കാൻ പറഞ്ഞു, കാരണം ഓരോ ചെയറൊക്കെയാണ് ഇതിൽ വെള്ളം നിറക്കിയിരുന്നു. പിന്നെ ഈ തുണി ഉപയോഗിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വടിച്ചിട്ട് ഇതിലേക്ക് ആക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നു തോന്നുന്നു. ടാങ്കിൻ്റെ മൂട് കേട്ടോ അത്. റോട്ടിൽ കൂടെ ഒക്കെ ആൾക്കാർ പോകും. ഇതിൻ്റെ അവസ്ഥ കണ്ടിരിക്കും, ദരിദ്രാവസ്ഥ തോന്നിട്ടോ. പിന്നെ അതിപ്പോൾ എടുത്ത് മാറ്റണം, ഇതൊക്കെ വൃത്തിയാണ്. അവിടുത്തെ ഇതൊക്കെ നോക്കാം, കുപ്പി വാട്ട ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വാർപ്പന്നെയാണോ ഇതെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. വാർപ്പന്നെ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പണ്ട് വെറുകരയായിരുന്നു. വെറുകര വേണ്ട ഇന്ന അവസ്ഥയിൽ നമ്മൾ വീട് ഉപയോഗിക്കാതെ കുറേ കാലം കിടന്നു. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾ വഴി അറിയും. വീടൊക്കെ എന്തിനാ ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊക്കെ. ഉപേക്ഷിച്ചില്ല, ഞങ്ങളുടെ പേരിൽ തന്നെയാണ്. പിന്നെ ഒരു ചെറിയ കാരണം കൊണ്ട് വീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചെന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു കോട്ടേഴ്സ് സെപ്പറേറ്റ് ആക്കി എടുത്തത്. അപ്പോൾ നമ്മളിവിടെ ഒരു വെറുകരയായിരുന്നു പണ്ടത്തെ. ഇവിടെ ആയിരുന്നു വിറകും കാര്യങ്ങളൊക്കെ കൂട്ടിയത്. അതാ തൊട്ടോ ഈ അവസ്ഥ. നിങ്ങൾക്ക് കറക്റ്റൊക്കെ മനസ്സിലാവും. ചകിരിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ടില്ലേ, ചകിരിയൊക്കെ പണ്ടത്തെ എഗിരി കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 2.5 വർഷം മുന്നുള്ളതാണ്. ഇത്രയും കാലം വീട് ഉപയോഗിച്ചിരുന്നോയെന്ന് ചോദിച്ചാൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് കാലമായിട്ടോ വീട്ടിലേക്ക് മാറി. അപ്പോൾ നിങ്ങൾ പലരും ചോദിച്ച കാര്യമാണ് വീട് ഉണ്ടായിട്ടോ എന്തെങ്കിലും കോട്ടേഴ്സിലേക്ക് വന്ന് എന്ന്. അപ്പം അതിനുള്ളൊക്കെ വിശദീകരണം ഞാൻ വേറെ ഒരു വീഡിയോ വിടുന്നതാണ്. അപ്പം അതിൻ്റെ പിന്നെ അത് കുറച്ച് ടഫായിട്ടുള്ളൊരു വിശദീകരണം ആവും. എന്നാലും കുഴപ്പമില്ല, ജീവിതമല്ലേ, പല സംഭവങ്ങളും നമുക്ക് നടന്നിരിക്കും. നമ്മൾ ഹാപ്പി ആയിട്ട് ഫേസ് ചെയ്യാം, അറിയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ് ഏതോ ഒരു തലയിലെത്തി. നമ്മളിവിടെ ടാങ്ക് കേൾക്കാനുള്ള ക്ലീനിങ്ങിലായിരുന്നു. അവനവിടെ അവിടുത്തെ ഒരച്ച സ്ഥലത്ത് വെളുപ്പൊക്കെ ഈ ഭാഗം ഓറഞ്ച്, അവിടെ ഒരച്ചെടുത്ത് വെളുപ്പ്. ഈ വെള്ളത്തിൻ്റെ അവസ്ഥ നോക്കൂ, എന്തൊരു വിജിലംബിച്ച. ഇത് നമുക്ക് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കാം. പല രോഗാണുക്കളും ഉണ്ടാവും കേട്ടോ ഇതിനുള്ളിൽ. അതെല്ലാം ഇപ്പം എൻ്റെ ശരീരത്തിനുള്ളിൽ കയറും. വേഗം കുളിച്ചോണ്ട് ഈ ഓൾന്നാട്ടോ മോട്ടർ അടിക്കുമ്പോൾ വെള്ളം വരിക. അതിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പും വരും. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടാവൂലേ. രാഗല്ലേ ആ തുണിരുത്താ തൊത്തട്ടായി എങ്ങാനും വല്ല പാമ്പും കയറി സത്താലേ ശരിയാവൂല. ഭാവി യൂട്യൂബറാണ് സത്തോ. മൂടുണ്ട്, വേറെ ഒന്നുമില്ല. ഇപ്പം എല്ലായിടത്തും പാമ്പടിയാ. പല ഓട്ടോൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പാമ്പ് വരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടോയെന്ന് പറയാൻ പറ്റില്ല, കാരണം വെള്ളം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതല്ലേ. ഇത് മുടി എങ്ങനെ ഈ വെള്ളം പോകും? ഈ വെള്ളം എങ്ങനെ പോകും? അല്ല, ഞാൻ ഓഫാക്കിയാണ് ഇപ്പോൾ, ടാപ്പൊക്കെ ഓഫാക്കിയാണ്. അത് കാരണം ഇനി ഇവിടെ കുരയ്ക്കാനുള്ളതല്ലേ കേസ്. അപ്പം നമുക്ക് എന്തായാലും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഈ വെള്ളം അതിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ടാപ്പൊക്കെ ക്ലോസ് ചെയ്തോണേ. ഇന്ന് വെയിൽ അത്യാവശ്യം വരുന്നുണ്ട്, എന്നാലും മഴ ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അവിടെ മഴ പെയ്തതാണ് കാണുന്നത്, അല്ലെങ്കിൽ നല്ല വെള്ളം മണ്ണുള്ള ഇപ്പോൾ ഫുള്ള് നനഞ്ഞ മണ്ണായേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് ഞാൻ ഏതോ ഒരു തലക്കലെത്തി. ജീവിതമാവും, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഹാപ്പി ആയിട്ട് ഫേസ് ചെയ്യാം, ഒന്നും പേടിക്കണ്ട. ജീവിതത്തിൽ പല മുന്നേറ്റങ്ങളുണ്ടാവും, തോൽവികളും ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് ഫേസ് ചെയ്ത് നമ്മൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഓരോരുത്തർ ഒന്നിലും ക്ലീനാക്കി ഈ തല മുതൽ ആ തല വരെ ക്ലീനാക്കി. ഇനിയും ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. നോക്കി ഈ തലക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ ആ ചുവന്ന കളറാണ്. അതുമല്ല, ഇത്രയും കാലം കുടിച്ചത് നമ്മൾ ഈ വെള്ളം കേട്ടോ. പൈപ്പിൽ നിന്ന് നേരെ തുറക്കും, ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ കുപ്പിയിലേക്ക് മാറ്റും, അവിടെ കുടിക്കും. എന്തൊക്കെ ബാക്ടീരിയ ആണോ വന്ന് ചാവുമെന്ന് പഠിച്ചോന്ന് അറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചും കൂടി ക്ലീൻ ആക്കിയിട്ട് ഇവിടെ ഈ പുറമേ ഒന്ന് ക്ലീൻ ആക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അവിടെയും അതൊക്കെ ക്ലീൻ ആക്കണം. അതിൻ്റെ റീസൺ വിടാം. ഇന്ന് നമ്മൾ കയറിയത് കുറച്ച് നേരം വൈകിട്ടായിപ്പോയി, ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്കിതൊക്കെ വൃത്തിയാക്കുന്ന വ്ളോഗ് വേറെ ഒരു ദിവസം വിടാം കേട്ടോ. അതിൻ്റെ പിന്നെ ഞങ്ങളൊരു ക്യാമറ ട്രൈപോഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ തന്നെ ഉണ്ട്. അത് 919 ഉറുപ്പികയായിട്ടാണ് വരുന്നത്. ക്യാമറ ട്രൈപോഡ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കനോണിൻ്റെ ക്യാമറയാണോ? ഒന്ന് കനോണിൻ്റെ ക്യാമറ ഇല്ല. നമുക്ക് ഫോൺ യൂസ് ചെയ്യാം,
അതിൽ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും ഞങ്ങൾ ക്ലീൻ ആക്കുന്നതൊക്കെ. അപ്പം നിങ്ങൾക്ക് അധികം ഷേക്കും വരില്ല. നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ഭയങ്കരമായിട്ട് ക്യാമറ ഷേക്ക് ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു നോർമൽ ആൻഡ്രോയിഡ് ഫോണാണ്, റിയൽമീൻ്റെ നാർസോ N65. അതാണ് നിങ്ങൾക്ക് ഇത്രയും ഇതിൽ വരാൻ കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് അശ്വിൻ്റെ ക്ലീനിങ് ഇവിടെ പുരോഗമിച്ചോ നോക്കാം. ഹേയ് തേക്കാണ്ട് നല്ലാണ്ടോ വരച്ച് തേക്കണം. ഇവിടെ ഇങ്ങനെ ആ സാധനം അങ്ങോട്ട് ആട്ടെ. ഇവിടെ അങ്ങനെ എന്താ ഇങ്ങനെ സ്പീഡ് തേക്കാം. അപ്പം താങ്ക് ഫോണിൽ തേക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ടോ അവൻ പണിയെടുക്കട്ടെ. നമുക്ക് ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്, ഒരു പ്രത്യേക ഫീലാണ്. ഒരാളെ പണിക്ക് ഇട്ടിട്ട് നമുക്കിങ്ങനെ സുഖമായിട്ട് ഇരിക്കുക, കിടന്നുറങ്ങി എന്താണ് ചെയ്യുക. ഞാൻ ഇവിടെ കുറച്ച് നേരം കിടന്നിട്ടോ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക വിചാരിച്ച്. ഒരാളെ പണിക്ക് ഇട്ടിട്ട് എന്താ അങ്ങനെ കിടന്നുറങ്ങിയ സുഖമില്ല എനിക്ക് വന്നിട്ടില്ല. നോക്കണ്ട വെറുതെ ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു സുഖമായിട്ട് പ്രത്യേകം. അപ്പോൾ ഞാൻ അവിടെ കിടന്നെന്തായാലും ഓന് ഞാൻ അവിടെ നിന്ന് വരട്ടെ. ഞാൻ ഗൈസ് താടിയൊക്കെ വന്നു തുടങ്ങി ഗൈസ്. ഞാനാണെങ്കിൽ ഈ താടി കടിച്ച് മീശയൊക്കെ ചെറുതാക്കി കേട്ടോ. മീശയും വളർന്ന് താടിയും വന്നു അറിഞ്ഞില്ല. ഓൻ ഈച്ച വന്നിട്ടോ അവിടുത്തെ. ഞാനിവിടെ റെസ്റ്റാ. നമുക്ക് ഒരാളെ കൊണ്ട് പണി എടുപ്പിച്ച് റെസ്റ്റ് എടുക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. ചെക്കൻ വിളിക്കുന്നതല്ലേ, പോയില്ല അതൊന്നും വേണ്ട. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. അത്ര വൃത്തിയായി തുടങ്ങി. അപ്പം എല്ലാ എന്തെങ്കിലും ഒരു ദിവസം ഒരു പണിയൊക്കെ ചെയ്യണേ. ഇവിടെ കണ്ടിട്ട് ഇന്ന് വൃത്തിയാക്കാളാണ്. ആ സൈഡ് നല്ല ഇറക്കണം, കാരണം വെള്ളം നമ്മൾ നല്ല കുടിക്കണ സമയത്തായോണ്ട് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന് തിരിച്ച് കയറുന്നു. ഞാൻ വീണ്ടും റെസ്റ്റ് സുഹൃത്തുക്കളെ. അപ്പോൾ റെസ്റ്റ് എടുക്കുമ്പോൾ കാണാം കേട്ടോ. നമ്മൾ താഴത്തോട്ട് പോകട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താഴത്ത് പൈപ്പ് തുറന്നിട്ട് ആ വെള്ളം കംപ്ലീറ്റ് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പൈപ്പാണ് തുറന്നിട്ട് കേട്ടോ. പൈപ്പടെ പൈപ്പ് തുറന്നിടാ. അപ്പോൾ പോയിട്ട് ചെറിയൊരു പണി കൊടുത്താൽ വേറെ ഒന്നുമല്ല, നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മോട്ടർ ഓണാക്കി കൊടുക്കാം. ടാങ്കിലായിട്ട് വെള്ളം അടിച്ച് കയറി വീസ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് നാളെ ഈ മോട്ടർ ഇതേ നമുക്ക് ഓണാക്കി കൊടുക്കാം. ഐ ആം വെരി എക്സൈറ്റഡ്. റെഡി 1 2 3 സ്റ്റാർട്ട്. മോട്ടറിൽ വെള്ളം ചാടാൻ തുടങ്ങി ഗൈസ്. ഇനി മതി, അത്ര മതി. വന്നിട്ടൊരു പണി എടുക്കണം എന്ന് കഴിഞ്ഞു. നമുക്ക് അവിടുത്തെ മറന്നു. അയ്യോ ബ്രേക്കില്ല നോക്കി. ഇവിടുത്തെ വെള്ളം കൂടി തുറന്നതാ. കാല അവന് പണി കൊടുത്തു പോയി. എന്തൊരു സന്തോഷം എന്ന് പറയും. അവന് പണി കൊടുത്തപ്പോൾ ആ മോട്ടർ ഞാനായിട്ട് ഉണക്കി കൊടുത്ത്. ഇത് നോക്കണ്ട കേട്ടോ, ഞങ്ങളിപ്പോൾ കിടന്നത് അഴിച്ചിട്ടിട്ടൊന്നുമില്ല. രാവിലെ ചായ അടിക്കാതെ ഇറങ്ങി, അതാണ് പണിക്ക്. പടത്തിൽ കാണാം. ഓക്കെ, റിയാക്ഷൻ നോക്കാം നമുക്ക്. ചത്തോടെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഡേ പേടിച്ചാ ഞാൻ നോക്കുമ്പോ കാൽമേക്ക് ഇങ്ങനെ വെള്ളിച്ചു. നല്ല സ്പീഡിലല്ലേ ഒന്ന്, ഈ സാധനം നല്ല സ്പീഡിലല്ലേ ഒന്ന്. ഞങ്ങൾ ആൾക്കിട്ടൊരു പണി തരാം വിചാരിച്ചത്. അപ്പോൾ ഗൈസ് അവനവിടെ പണിയെടുക്കട്ടെ, നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം. ഓക്കെ, രണ്ടാമത് താറ്റിരുന്നൊക്കെ എന്തിനാ വെച്ചാൽ മോട്ടർ ഇട്ടാൻ തന്നെ കേട്ടോ. വേറെ ഒന്നുമില്ല, അതിൻ്റെ പകുതി ചളി അങ്ങനെ പോണില്ല വരച്ചിട്ട്. നമുക്ക് മോട്ടർ ഇട്ടിട്ട് പകുതി വെള്ളം ആക്കിയതിൻ്റെ ശേഷം ഇതാക്കട്ടോ. അപ്പോൾ എത്തുമ്പോൾ പോവും. ഇപ്പം എന്തായാലും കണ്ടില്ലേ മോട്ടർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി എന്തായാലും മുകളിലേക്ക് പോയി നോക്കാം. ഇല്ല ഇവിടെ 2 ടാപ്പ് തുറന്നിട്ടിരുന്നു ഗൈസ്. നമ്മൾ ടാപ്പ് ഇതെങ്ങനെ ഇപ്പോൾ തുറന്നോന്നറിയാം, തുറന്നില്ലല്ലേ. അപ്പോൾ നമുക്ക് മറ്റേ ടാപ്പും കൂടി പോയി പൂട്ടാം. 2 ഞാൻ ഓപ്പൺ ചെയ്തിട്ടിരുന്നു കേട്ടോ നേരത്തെ. ഇപ്പോൾ ഓപ്പണാണ്, ക്ലോസ് ചെയ്യാം. ക്ലോസ്ഡാണ്. നമുക്ക് എന്തായാലും
കൂട്ടിയിട്ട് മുകളിലേക്ക് പോവാം. എന്തൊക്കെ പണിയാവുമെന്തോ. അയ്യോ എല്ലാവരും കോമഡി. ഈ പൈപ്പ് പൊട്ടിയോ? ആ പൊട്ടി ഉറപ്പായിരിക്കും പൊട്ടിയെന്ന് എനിക്കൊരു ഉറപ്പില്ലായ്മ ഉണ്ട്. വേറെ ഒന്നല്ല, പൈപ്പ് ചെറുതായിട്ടൊരു കേടാണ്. നമുക്ക് മുകളിലേക്ക് പോവാം. തോട്ടെ ഞാൻ അലമ്പ് കാണിച്ചു തരാം. അയ്യോ പശു, ഇതേ ഒരു പശുവും പോകും. നമുക്ക് കണ്ടില്ലേ ഫുള്ള് ഉള്ള സാധനങ്ങൾ ഫുള്ളുണ്ട്. അതുമെല്ലാം ഒരു കുപ്പിച്ചിൽ വരാനുണ്ട് ഗൈസ്. ചെരുപ്പിടാതെ ഞാൻ വന്നാണ്. ചെരുപ്പിടാതെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ആരും കയറി കാല് കേട്ടിരുത്താതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. വെള്ളം അതിലേക്ക് കയറുന്ന ശബ്ദം നല്ല വരുന്നുണ്ട് കേട്ടോ. കുത്തക ആക്കാനാണ് ഉദ്ദേശം, വേറെ ഒന്നുമില്ല. ഒന്ന് സിമ്പിളായിട്ട് കഴുകട്ടോ. എന്താ എങ്ങനെയുണ്ട് അതിൻ്റെ ഉള്ളിൽ? നല്ല വരുതി കൈ പണിയിട്ടു കേട്ടോ. അപ്പം ഇതൊന്ന് പകുതി വരെ ആവട്ടെ എന്തായാലും വെള്ളം. എന്നിട്ട് നമുക്ക് മോട്ടർ ഓഫ് ചെയ്തിട്ട് വരക്കാട്ടോ വെച്ചിട്ട്. നേരത്തെ വരച്ചാൽ മതിയെന്നല്ലേ? മണ്ണൊക്കെ പോകണോ? ഓ നല്ല തണുപ്പ്. മണ്ണൊന്ന് കുളിച്ചാല കുളിച്ചൂടാണ്ട്. ഞാൻ ഒന്ന് മോൻ കേൾക്കട്ടെ കുയിസ്. ഞാൻ മോൻ കേൾക്കട്ടോ. കാരണം പറഞ്ഞല്ല കുറേ ആയി ചൂടൊക്കെ. നല്ല തണുപ്പുള്ള വെള്ളം കേസ്. തണുപ്പുള്ള വെള്ളം. നമുക്ക് എന്തായാലും പോയി റെസ്റ്റ് എടുക്കാം. നമ്മളെ പണിയാണ് റെസ്റ്റ് എടുക്കല്. നമ്മൾ റെസ്റ്റ് പരിപാടിയില്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. അല്ലാത്ത നിമിഷം എന്നെ വിളിക്കാൻ പാടില്ല. ഓനാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് കയറാം. ഞാനിവിടെ എന്തായാലും ഇരിക്കട്ടോ. സെറ്റ് പോയി പണിയെടുത്തോ. പണിയെടുക്ക്. എന്തൊരു പണിയാണ് നോക്കണേ. സ്ക്രബ്ബർ വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയി കാലായിട്ട് അങ്ങോട്ട് കൊണ്ടാക്കിയത്. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാട്ടോ സ്ക്രബ്ബർ പോയി എന്നാണ് എനിക്ക് വരുന്നത്. ഫുള്ള് കറുപ്പായോണ്ടേ സ്ക്രബ്ബർ അവിടെ പോയി. അല്ല സ്ക്രബ്ബർ അതാ പോണു പിടിച്ചതിനെ. സ്ലിപ്പായതാടോ ഗൈസ്. ഒരു പശു എന്തൊക്കെയോ എന്തിര് കാർ ഓടിച്ചളിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ കാർ ഓടിച്ചളിക്കുന്നു ഗൈസ്. ഇതെന്താ പറയുക, ടാങ്കിൻ്റെ ഉള്ളിൽ കാർ ഓടിച്ചളിക്കുന്നു. അധികം അമർത്തി ഇറക്കല്ല, ടാങ്ക് പുറത്തേക്ക് തപ്പിടുക്ക്. നമുക്ക് അധികം വെള്ളമൊക്കെ ഉദ്ദേശിക്കില്ല. ഏകദേശം ഇവിടെ വരെ വെള്ളം മതി. അതിൻ്റെ ശേഷം നിർത്താം നമുക്ക്. കാരണം അവിടെയും കൂടി ഒന്ന് അന്നേരം അത്രയും വെള്ളം വേസ്റ്റാക്കാം. നമുക്ക് അധികം ആക്കണ്ട. നിറച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം, അത്രയും വെള്ളം വെറുതെ പോവല്ല കൈസ്. വെള്ളത്തിനിപ്പോൾ ഭയങ്കര ചൂടൊക്കെയാണ്. വെള്ളം ആരും വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇത് ടാങ്ക് കഴുകിയില്ലെങ്കിൽ അറിയാലോ പല രോഗങ്ങളപ്പോൾ വരുന്നത്. ബ്രെയിൻ ട്യൂമർ നിങ്ങടാ അപ്പോൾ എന്താ പറയുക, അതിൻ്റെ എന്തോ ഒരു വൈറസൊക്കെ തല കയറിയിട്ട് ആർക്കും മരിക്കേണ്ട പച്ചവെള്ളമൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാന്നുള്ള ഇതോടെ മാത്രമാണ്, വേറെ ഒന്നുമല്ല. വാട്ടറൊന്നും വേസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം വെയിലൊക്കെ വരുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ അങ്ങനാണെങ്കിൽ ഇവിടെ ആള് എന്താ നേലാണല്ലോ കാണുന്നത്. നല്ല വെള്ളം എന്താ നേലൊക്കെ എത്ര എൻ്റെ നേലിന് വരെ എത്ര ലുക്ക് ഉണ്ടായിരുന്നു. മുങ്ങണം. അത് ഫുള്ള് ക്ലീൻ ആക്കും, എന്നാലേ എണ്ണ കിട്ടുള്ളൂ. അത് അവിടെയൊക്കെ ഉണ്ട്. വെറുതെ അണ്ണ കൊണ്ട് വരുത്തിപ്പിക്കണേ. രാവിലെ ഉറക്കത്തുനിന്ന് എത്ര മണിക്ക് നീക്കണം? 7 മണിക്ക്.
അതാ നീക്കെന്ത് 10 മണിക്കാട്ടോ. അതാണ് ഇവനുള്ള ഒരു പണിഷ്മെൻറ്റും കൂടിയൊക്കെ കൊടുത്തത്. ബക്കറ്റൊക്കെ മറിഞ്ഞു കഴിച്ചു. എൻ്റെ നയലിന് വരെ എന്താ പറയുക എത്ര ലുക്ക്. എൻ്റെ നയലിൻ്റെ കൂടെ ഉണ്ട് നോക്കും. എന്താ ഗ്ലാമറിൻ്റെ നയലിലെ ഫോട്ടോയും കൂടെ പോകുന്ന ആൾക്കാരൊക്കെ അങ്ങനെ നോക്കും. എനിക്ക് വട്ടാണോ എന്താ ലുക്കില്ല എൻ്റെ നയലിന് വരെ. ഇവനെന്തോ ഇതിൻ്റെ ഉള്ളിൽ പണിയുണ്ട്. അങ്ങനെ ആക്കല്ല, ടാങ്ക് പൊട്ടിട്ടാ. ഞാൻ പോയിട്ട് എന്തായാലും മോട്ടർ ഓഫ് ആക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. മോട്ടർ ഓഫ് ആക്കട്ടെ കേട്ടോ. വെള്ളം എത്ര ഉണ്ട് കേട്ടോ. ഇനിയുണ്ട് ഇവിടെയൊക്കെ തേച്ചിട്ട്. ഇതിന് മുകളിൽ ആ മഞ്ഞ കളറൊക്കെ തന്നെ തപ്പിയെടുത്തോളൂ. ഓൻ തപ്പി എടുക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് ചായ കുടിക്കാനൊക്കെ പോയി. രാവിലെ ഇറങ്ങിയോണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. അതിനൊക്കെ എടുത്ത് കളി. ആ പൈപ്പൊന്നും അതന്നെ കേട്ടോ. ഞാൻ മാത്രല്ല ഇജോ എന്നെ കുടിച്ച്. എങ്ങനെ ഫിൽട്ടർ അപ്പൊ പാമ്പാവും. എടുത്ത് കളി പുറത്തേക്ക് ഫ്രൈ ആയി എടുത്തിട്ട്. ഇപ്പൊ ഗൈസ് മോട്ടറൊക്കെ ഓഫാക്കി. തീരെ വെയ്യട്ടോ. പോടാ, ഞാൻ ഇറങ്ങാന്ന് ഒരു വട്ടം അവനോട് പറഞ്ഞു. ഇനി എന്നെ കൊണ്ട് വെയ്യ. ഞാൻ ചായ കുടിക്കാൻ പോണോ കേട്ടോ ഗൈസ്. ഞാനും കുടിച്ചില്ല. എന്നാ ഞാൻ ക്യാമറ പിടിക്കട്ടോ. ചെക്കന് വെയ്യ. ഇത്രയും ക്ലീൻ ചെയ്തിട്ട് വെയ്യ. ഫുള്ള് നനഞ്ഞ് അയ്യേ കിള്ളം കുടിച്ചിട്ടെ. ഞാൻ ക്യാമറ പിടിക്കട്ടെ. ആ നനഞ്ഞ കൈയൊന്നും തുടച്ച എൻ്റെ മേത്താട്ടോ തുടക്കണേ. അവിടെ എൻ്റെ മേല് തോർത്തിട്ടിട്ടാ വന്ന് വിചാരിച്ചാ. ഓടിപ്പോയി ചാടി അപ്പുറത്തേക്ക്. എന്നിട്ട് വേണം ടാങ്ക് കൊട്ടാൻ. ഇതെന്തത് കരിമൂലൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ക്ലീനാക്കി. ഇനി ഇവിടെയും ഇതിൻ്റെ ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ അവിടെ ചലന്തി പാറ്റൊക്കെ ഉണ്ട്. ഐസിൻ്റെ കയ്യോ ഒക്കെ വിചരമ്പിച്ച് ചാടി അങ്ങോട്ട് വേറെ ചെയ്യും. എന്ത് കാര്യം ചെയർ എടുത്ത് വെക്കട്ടോ താഴെ പോയിട്ട്. കാരണം അവിടെ വൈക്കുക താഴെ പോയിട്ട് ചെയർ എടുക്കട്ടെ. കാരണം നമ്മൾ റിസ്ക് എടുക്കില്ല. പഴയ ടാങ്കാണ്, എപ്പോൾ പൊട്ടുന്ന പറച്ചോനാവേ. ഇത് റിസ്ക്കാണ്, സ്ലിപ്പുണ്ട്. ഞാൻ ക്ലീൻ ആക്കിയോണ്ട് ഇജ് രക്ഷപ്പെടും. അത്രയും ചാടാൻ കണ്ടത് എന്താ കാലും കയറും. അല്ല ഞാനോട് നേരത്തെ പറഞ്ഞു മുന്നേ എന്തൊക്കെ ഇതിപ്പോ ഒരു ലൈമൺ ടീ എന്നാ കുടിച്ചോ. ക്യാമറ കൊണ്ട് മാറണം. കാലിറക്കട എന്തൊരു പാട്. ഇടയ്ക്ക് ഇറങ്ങടാ. ഭയങ്കര റിസ്ക്കാണ്. എന്ത് കാട്ടണ് മേ. ഒരുമിച്ചറിഞ്ഞു. 1 2 3 സ്റ്റാർട്ട്. ഞാൻ കാലെടുക്കും. ഇതെടുക്കാൻ പിന്നെ കുഴപ്പമില്ല, പക്ഷെ സീനില്ല. കുടുങ്ങി ഇതാ കാല് ഇവിടെ, ആളവിടെ. ഞാൻ ഇട്ടര കാല് പിടിക്കുന്നു. അജങ്ങനെ വേറെ അങ്ങനെ അവിടെ ഇനി ഈ കാല് അതിൻ്റെ ഉള്ളിക്കത് ചാടാൻ കെട്ട് താവം കെട്ട് പോട്ടെ. അവൻ്റെ കാലൊക്കെ ഉള്ളിൽ പോയി താവ്. എൻ്റെ മേത്തേയും വെള്ളം വെച്ചാൽ പോട്ടെ. അനുഗ്രഹിച്ച് പോട്ടെ. എന്നെ വിളിച്ചു. ശരി താവ് കയ്യൊക്കെ ഇവിടെ കയ്യ ഇറങ്ങി വരാൻ ടൈം പിടിക്കണം. ഷർട്ടൊക്കെ ഒന്ന് അഞ്ഞു വന്നാലല്ലേ അടി പോകാൻ പറ്റുള്ളൂ. എടാ പൊട്ടെ ഈ കൈ മാറ്റി. എന്നാൽ എനിക്ക് ഒറ്റ മിനിറ്റോടെ ഞാൻ അയച്ചരാ. ഇങ്ങോട്ടോ ഈ കൈ മാറ്റി. വെയിറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്. ഒരാൾക്ക് നിന്ന് തിരിയാൻ പറ്റില്ല. എനിക്ക് ഞാൻ പറ്റുന്നുണ്ടല്ലോ. പാമ്പൊന്നും ഉണ്ടാവില്ല. കൈയൊന്ന് തലയൊന്ന് മാറ്റിയാ ഞാൻ ഇത് കാണിച്ചു കൊടുക്കും. നിന്റെ ഫോൺ ഒപ്പം വെള്ളത്തിലുണ്ടോ എനിക്ക് ഡൗട്ടുണ്ട്. പകുതി ആ തുണി എടുത്താ ഈ ഓളം നിറച്ചാട്ടെ. എടാ അവിടെ ആ സ്ക്രബ്ബർ ഇട്ട അവിടെ. അയ്യോ ഇനി സ്ക്രബ്ബർ പോകും കണ്ടെത്തുണ്ട്. സ്ക്രബ്ബർ പോയിട്ട്
അപ്പോൾ ഗായ്സ് നേരത്തെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു. അതാണ് രാജ്ഞ അബി ഇത് അവിടെ ക്ലീൻ ആക്കുന്നുണ്ട്. മോനെ ഞാൻ കാണിച്ചു തരാം. ഇവൻ്റെ വെച്ചിട്ടോ എഴുതിയിട്ട് ഫോണില്ല. അപ്പം ഞാൻ വെറുതെ പോയല്ലോ. അല്ല ഈ ബ്രഷ് ഇട്ടത് ഷൂ ഒക്കെ തേക്കാൻ തന്നെ പറ്റും. ബ്രഷ് ഇതൊന്നും കാണുന്നും കൂടി ഇല്ല ഇരുട്ടത്ത്. എന്തിട്ടാടാ ഇതിൻ്റെ ഉള്ളിൽ? ഒന്നും കൂടി മുങ്ങടാ. ഇജ്ജ് അവിടെ ഇരുന്നോ? ഇജ്ജ് മുട്ടുകാൽമല്ലേ റബ്ബർ അവിടെ അല്ല ഞാൻ പറഞ്ഞു തന്നാ. അയ്യോ പോയി. എൻ്റെ ഇജ്ജ് അവിടെ ഇരിക്കി. ഇങ്ങനെ മുട്ടുകാലിൽ കണ്ട അവിടെ ഇരി എത്തും. എൻ്റെ കയ്യിൽ നല്ല നീളമുണ്ട്. എടാ ടാങ്ക് ചൂടായി തുടങ്ങിട്ടോ. എൻ്റെ ഫോണും ഹീറ്റായി തുടങ്ങി. അപ്പം പൊട്ടും രണ്ടും. ഫോൺ ഹീറ്റായി കഴിഞ്ഞാൽ അതിൽ ഇത് വരും. ഫോണ് ഭയങ്കര ഹീറ്റാണ്. വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫ്ലാഷ് കാണാൻ പറ്റില്ല. ഇതൊക്കെയാ കയ്യാട്ട് എനിക്ക് കയ്യില് വെള്ളമാണ്. ആ തന്നെ താ ഇവിടെ കയ്യ ചോക്ക് എങ്ങനെയുണ്ട്? നമുക്ക് ഈ പണി വേൻ തീർത്തിട്ട് വേണം ചായ അടിക്കാൻ. ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പണിന് എന്തായാലും പോയി കുളിക്കട്ടെ കേട്ടോ. മുന്നിട്ടേ ജോളൊക്കെ ഉണ്ട്. ഇനി പോയി കുളിച്ചോ. എന്നിട്ട് ഓൻ പോയി കുളിച്ചോട്ടെ. കണ്ടില്ലേ ഓൻ കുളിക്കാൻ പോകട്ടോ. അത് അങ്ങോട്ട് വെച്ചിട്ട് പോടാ. ഞാൻ എങ്ങോട്ട് വെച്ചത്? അപ്പോൾ അത് ഞങ്ങള് അപ്പോൾ ഫോൺ എനിക്ക് ഇവിടെ വേണമെങ്കിൽ വെക്കാൻ കുഴപ്പമില്ല. ഇത് പോയി കുളിച്ചോ എന്തായാലും. അപ്പോൾ അവൻ കുളിക്കാൻ പോവാ കേട്ടോ ഗൈസ്. ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വെക്കോ. അപ്പം ഞാൻ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഇങ്ങനെ കളിക്കാം. എന്നിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോകും. ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് തലയൊക്കെ നനച്ചാൾ. അപ്പം ഇപ്പോഴത്തെ ഈ കുറച്ച് നേരത്തെ ഈ വീഡിയോ നിർത്താം. ഞാൻ ഇവിടെ ഒന്ന് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണാം കേട്ടോ. അപ്പോൾ ഓൻ പോട്ടെ എന്തായാലും. വെക്കോ. ഓക്കെ ഗൈസ്, ഞാൻ ഫോണ് ടാങ്കിക്ക് കൂടുതൽ അടുപ്പിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ആകെ ഒരു സാധാരണ ഫോൺ യൂസ് ചെയ്യണത്. അതുകൊണ്ടാണ് അത് മുങ്ങിപ്പോയിട്ടോ. പരമാവധി നിങ്ങൾ ഒറ്റയ്ക്ക് കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ് ഗുയ്സ്. ഓക്കെ, എൻ്റെ പാൻറ്റ് എയർ കയറി ഗുയ്സ്. ഞാൻ എയർ കളയട്ടെ. അയ്യോ, ഞാൻ എന്തെങ്കിലും ചെയ്ത് എൻ്റെ ഫോൺ വെള്ളത്തിൽ പോകും. ഒരൊച്ചക്ക് കിട്ടില്ലേ? പേടിക്കാനൊന്നുമില്ല. എയർ കയറി അതാണ് പാൻറ്റിൽ. എയറൊക്കെ പൊത്തി ഞാൻ എന്തൊന്ന് കേൾക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ്. എൻ്റെ ഫോൺ ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത് വരും, വാണിങ് വരും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊക്കെ പറ്റി പിടിക്കണം. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോൾ ഫോൺ വെള്ളത്തിലിട്ടെങ്കിൽ അതോടുകൂടി എൻ്റെ ഫോണും ഇവിടെ പോയി. ഞാനിത് ക്യാമറ മാത്രമേ ആക്കി യൂസ് ചെയ്യണ ഫോണും കൂടിയല്ല ഗൈസ്. എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾ ഫുള്ള് ഇതിലാണ്. ഇമെയിലും കാര്യങ്ങളെല്ലാം ഇതിലാണ്. ഇതിപ്പോൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നൊക്കെ പെടുട്ടോ. ഞാൻ എൻ്റെ അപ്പം അവസ്ഥ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ പകുതി മുങ്ങി. ഇപ്പം മോട്ടറിങ്ങനെ കുടുങ്ങും. ഇവിടെ ചാളൊക്കെ വെള്ളം കയറും. കയറി വരുന്നുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതെ, തുണി തിരിക്കണി ഞാനിവിടെ. വെള്ളം പോകുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? വെള്ളം പോകുന്നുണ്ടോ? വെള്ളം പോകണ വെച്ചാൽ നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഞാൻ കേൾപ്പിച്ചുതരാം. ഇത് കൂടെ വെള്ളം പോണ ശബ്ദമാണ് ഇപ്പോൾ കേട്ടത്. തുണി മാറ്റി. അതെന്തേ പൈപ്പ് ഈ വെള്ളം ഫുള്ള് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടേ. നമുക്ക് എന്തായാലും ഉള്ളിൽ പോവാം. നിങ്ങൾക്ക് അധികം എനിക്കില്ല. ഗോപ്രോയും ഐഫോണൊക്കെ ആണെങ്കിൽ ഇത് പ്രത്യേക തരം പ്രതിഭാസാട്ടോ. ഇപ്പോൾ ഒരു ശബ്ദം കേൾപ്പിച്ചാൽ എനിക്ക് ഇപ്പോൾ വരുന്നില്ല. എയർ കയറിയാൽ മാത്രമേ വരുള്ളൂ. വേറെ ഒന്നും വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കരുത് ആരും. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയ ഗൈസ്, എന്താ അത് നല്ല അരച്ചങ്ങോട്ട് കേൾക്കുക. പിന്നെ അരച്ച് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ കയ്യിലുള്ളത് ഐഫോണോ ഗോപ്രോ എല്ലാം വെള്ളം ആയി കഴിഞ്ഞാൽ സ്പോട്ടിൽ അടിച്ചു പോകും. അപ്പോൾ അതേമാതിരി വെള്ളം എഴുതുമ്പോൾ പതുക്കം എഴുതാൻ ശ്രമിക്കുക. വെള്ളം നേരെ വന്ന് മൈക്കിൽ കയറിയ ഒരു വട്ടം നമ്മൾ ആ പടക്കത്തിൻ്റെ വ്ളോഗ് എടുത്തിട്ട് എൻ്റെ ഫോണിൻ്റെ മൈക്ക് അടിച്ചു പോയതാ കേട്ടോ. അത് ആർക്കും അറിയില്ലല്ലോ. ഒരു വൈബ്. മൈക്കൊക്കെ നന്നാക്കി 230 കേട്ടോക്ക് ചിലവായത്. ഈ ഫോണ് വാങ്ങണേക്കാട്ടി പൈസ ഞാൻ എന്തുമ്പോൾ ചിലവാക്കിയിരുന്നു. അതല്ല, നിങ്ങൾ അറിയാത്ത പല കാര്യം ഈ ഫോൺ കൊണ്ട്. വേറെ ഒന്നുമല്ല, ഫോൺ എടുത്തതിൻ്റെ ശേഷം കുറേ വട്ടം കേടുവന്നാണ്. അത്രയും ലോക്കൽ ഫോണാന്ന് വെച്ചാൽ ചില അങ്ങനെയൊക്കെ പറയാം.
എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ എനിക്ക് ഫോണായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട് ക്യാമറ യൂസ് പറ്റ ബോറാട്ടോ. പറ്റ ബോർ, ക്ലിയറും കുറവാണ് തേങ്ങ, പിന്നെ അതല്ല സ്റ്റോറേജും കുറവാണ്. എന്താ പറയാ, നമ്മളിപ്പോലെ വെള്ളത്തിൻ്റെ അടിയിൽ ഐഫോണൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നുള്ള ഷോട്ടും കൂടി ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പം തന്നെ എൻ്റെ ഫോൺ വാണിങ് വന്ന് തുടങ്ങി. എത്ര നേരം വീഡിയോ പോകും അത്ര നേരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു അവസ്ഥ നിങ്ങളിപ്പോൾ വന്നതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വേറെ ഒന്നല്ല, അവിടെ ഓരോ ഹോളുണ്ട്. അപ്പോൾ പാമ്പ് കടിക്ക് എവിടെ നിന്നാണ് തമ്പുരാനറിയാം. ആ ഹോളിൻ്റെ ഉള്ളിൽ ഈ വെള്ളം വരുന്നത് എവിടെന്ന് വെച്ചാൽ കുഴൽക്കിണറിനാണ്. നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെ തേങ്ങയാണ് അതിൻ്റെ ഉള്ളിലുണ്ടെന്ന്. പക്ഷെ അതാണ് ഒരു പേടി, വേറെ പേടിയൊന്നുമില്ല. എന്തായാലും ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ. ഈ അടിയത്തെ ഹോള് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്കുള്ള പൈപ്പ് നിൽക്കി വെള്ളം പോണ ഹോളാണ്. ഈ മോളിൽ നിന്ന് വരുന്ന ഈ മോട്ടർ ഇടൂലേ, അപ്പോഴാണ് അയ്യോ കത്തിപ്പോയി ഗൈസ്. ഈ പന്നി എന്താ ചെയ്യുന്നത് ഗൈസ്? ഫോൺ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി പോകുന്നുണ്ടോ? ഒന്നാ നോക്കട്ടെ, കണ്ടില്ലേ ഒരൊച്ച കേൾക്കണ്ടോ നിങ്ങൾ? ഇതിലത്തെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മഞ്ഞ ലൈം ജ്യൂസ് കലക്കിയ കണക്കിന്. പക്ഷെ പൈപ്പിൽ നല്ല വെളുത്തിട്ടോ വെള്ളം വരുന്നത്. ഞാനും നേരത്തെ പോയിട്ടപ്പോ എന്നെ ഒന്ന് കുളിക്കാനോ? എങ്ങനെ പോയി കുളിയടാ. അല്ല, ഈ വെള്ളം നമുക്ക് ഫസ്റ്റ് അടിച്ചിട്ടോ കേട്ടോ. അതിന്റെ ശേഷം പൊളിയും കാര്യങ്ങളും നമ്മൾ നല്ല വരയ്ക്കാം. നമ്മൾ സംസാരിച്ചിരുന്ന് നേരെ പോയത് ഇറങ്ങിയതാ. നോക്കിയാ ചളി പോണു. എന്നാ ക്യാമറ കുടിച്ചോ, ഞാൻ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം. ഇതാ അഭിനവരുടെ മാരക ജോലിയിൽ ആവേശകരമായ ആഹ്ലാദകരമായ പാമ്പോ എന്തോ ഇവിടെ പിടിച്ചോ. ഞാൻ പാമ്പാ വിചാരിച്ചു. എടാ ക്യാമറ ഇളക്കിയല്ല, ക്യാമറ ഒന്ന് ഇളക്കിയാൽ തന്നെ ഭയങ്കര ഷേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എല്ലാവരും. അത് പറഞ്ഞേക്കാം. അത് പോയി നിലത്ത് പോയി. ഇവനെ കൊണ്ട് അടിച്ച് പോയില്ലോ. എടാ ഒന്നും കാണില്ലടാ. എടാ ഫോൺ ഹീറ്റാവുണ്ട് കേട്ടോ, നല്ല ഹീറ്റാവുണ്ട്. ഞാൻ കുറച്ച് മാറിക്കാം. അപ്പോൾ അവനവിടെ പണിയേറ്റ ഫോൺ ഹീറ്റാവുന്നതിനാൽ നമ്മളിത് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഏതാ വ്യൂ? ഞാൻ തോന്നുന്നു സൂം മാറും. ഏതാ വ്യൂല്ലേ, വ്യൂ പോയിന്റ്. എന്തൊരു വെയിലാടെ ഇത്. നമ്മൾ കോണി നോക്കണ്ട. നമ്മൾ ഇവിടെ വയസ്സിന് ഇവിടെയൊക്കെ വൃത്തിയാക്കണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ മാത്രം ഈ ചെകിരിപ്പുള്ള ഇവിടെ പാമ്പുണ്ടായാൽ ചത്തു പോകും. നമ്മൾക്ക് ഇവിടെ വൃത്തിയാക്കണ്ട്. നല്ല വെയിലാണ്. എന്താ ഒരുത്തവിടെ തേച്ച് വരച്ച് ഒരു ഭാഗം റെഡിയാക്കിയാൽ കാണിച്ചു. ഇവിടെ ഒക്കെ തേച്ചിഞ്ഞ് കൊണ്ടുപോയി വെള്ളം പോണത്. വെള്ളം പൈപ്പ് ഓണാട്ടോ. ഉണ്ടല്ലേ ഫോണൊക്കെ വെള്ളം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അടിക്ക് അധികം അടി കിടുന്ന വെള്ളം ഫോണിൽ കയറും. സൗണ്ട് ഞാൻ കേൾപ്പിച്ചത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല. ചെറുതായിട്ട് അധികം മൈക്ക് മുക്കിയല്ലോ. ഇനി അങ്ങനെയൊക്കെ നമ്മൾ അധികം കണ്ട് വൃത്തിയൊക്കെ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പൊരിഞ്ഞ വെയിലാണ്. നമ്മളൊത്തും പ്രതീക്ഷയില്ല പൊരിഞ്ഞ വെയിൽ വരുന്നത്. ഇവിടെയൊക്കെ ക്ലീനാക്കി ഒന്നും അരുതി. ഇവിടെ ഇനി ഈ ഭാഗത്ത്, കാരണം അടിഭാഗമാണ് മെയിനായിട്ട്. അടിയും ഈ കളർ പിടിച്ച ഭാഗമാണ് നമുക്ക് ക്ലീൻ ആക്കാനുള്ളത്. ഇത് വേറെ ഒന്നുമല്ല, ഈ ഭാഗത്ത് വെള്ളം കെട്ടിക്കുമ്പോൾ ചളി ഇവിടെ ഒന്നും കൂടി ഒന്ന് അരുതി ഫിനിഷ് ആക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ വൈകുന്നേരം ആട്ടോ ഷൂട്ട് ചെയ്യുന്നത്. 4:27 ആയിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ പിന്നെ ചായ അടിക്കണ നേരത്തൊക്കെ വ്ളോഗ് എടുക്കണം വിചാരിച്ചു. വേറെ ഒന്നല്ല എടുക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഉള്ളിൽ ടാങ്കിൻ്റെ ഉള്ളിൽ കിടന്ന് ഫുള്ള് ക്ലീനാക്കി. അതിൻ്റെ ഉള്ളിൽ പിന്നെ ചൂട് വന്നു കേട്ടോ. ഫസ്റ്റ് തണുപ്പായിരുന്നു, നല്ല മഴ ചെയ്തുകൊണ്ട്. പിന്നെ അവിടെ ചൂട് വന്നാഞ്ഞ് ഇപ്പോൾ പിന്നെ അത് ഫുള്ള് ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും ഭയങ്കര ക്ഷീണമായിപ്പോയി. ആ ക്ഷീണത്തിൽ ചായയും കുടിച്ച് അവിടെ കിടന്നുറങ്ങിയത്. അപ്പം എണീക്കുന്നത് ഇപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട്, ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ചെങ്ങായിമാരപ്പോൾ. ഇപ്പോൾ വീടൊക്കെ പൊട്ടി സെറ്റായി, ചാവിയൊക്കെ ഇതിൽ വെച്ച് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയ ക്ലിപ്പുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ക്രിക്കറ്റൊക്കെ കളിക്കണേ. ഓക്കെ, ഞാൻ രാവിലെ വ്ളോഗ് എടുക്കണം വിചാരിച്ചായിരുന്നു, പറ്റിയില്ല. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി ഗൈസ്. ഇതാട്ടോ നമ്മളെ അവിടുത്തെ അമ്പലം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വ്ളോഗിലൊക്കെ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം.
ഞാൻ ലബേട്ടറാക്കണ്ടേ ഞാൻ ഓടില്ല അപ്പൊ ഈ കടന്നേ ഞാൻ ഓടില്ല